പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മക്കളെല്ലാവരും ഇങ്ങനെ ഒന്നുചേർന്ന് ഇരിക്കുന്നത് കാണുമ്പോൾ ആകാശത്തോളം വിശാലമായൊരു തടാകം നിറയെ വിടർന്ന് വികസിച്ചിരിക്കുന്ന മനോഹരമായ താമരപ്പൂക്കളെ പോലെയാണ് അമ്മയ്ക്ക് തോന്നുന്നത്. പല നിറത്തിലും മണത്തിലുമുള്ള പുഷ്പങ്ങൾ ഒന്നുചേർന്ന് നിന്ന് പരിമണം പരത്തുന്ന ഒരു വലിയ പൂങ്കാവനത്തിൽ നിൽക്കുന്ന പോലുള്ള അനുഭവം. ഈ ഐക്യതയും സൗന്ദര്യവും മക്കളുടെ നിത്യജീവിതത്തിലും എല്ലാ കർമ്മങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പരമാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് ഈ ദിവസം ആഘോഷത്തിൻ്റെ ദിവസമല്ല, മനുഷ്യഹൃദയങ്ങൾ തമ്മിലുള്ള വിടവ് കുറയുന്ന ദിനമാകണം ഇത്. ഒരാളുടെ ദുഃഖത്തിന് മറ്റൊരാളുടെ ആശ്വാസം പകരുന്നു, ഒരാളുടെ കരം മറ്റൊരാളിലേക്ക് ആശ്വാസം പകരാൻ സഹായിക്കുന്ന ദിനമാകണം ഇത്. ആ ദിവസം ഇന്ന് മാത്രമല്ല, ഭാവം എന്നും ഉണ്ടാകണം. മക്കളുടെ ജീവിതത്തിൻ്റെ എന്നെ സന്ദേശവാഹിയായി തീരണം. ജീവിതത്തിൽ പരമപ്രധാനമായ 3 ഘടകങ്ങളാണുള്ളത്: ഈശ്വരൻ, ലോകം, വ്യക്തി. ചിന്തിക്കുന്ന ഏതൊരാളും ഇത് അംഗീകരിക്കും. മനുഷ്യ മനസ്സിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും 3മായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഞാനെന്ന വ്യക്തിയെ ആർക്കെങ്കിലും ഓർക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല. വ്യക്തി എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും മറ്റെല്ലാവരും അതുപോലെയാണ്. ഈ ലോകമുണ്ടെന്നുള്ള സത്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ അതീന്ദ്രിയമായൊരു ശക്തി ഈ ലോകീശത്തെ മുഴുവൻ നിരീക്ഷിച്ച് ഭരിക്കുന്നു എന്നതും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. അതുപോലെ നമ്മളും ജോലിയും ബന്ധങ്ങളും കടമകളും കുടുംബവും സാമൂഹ്യ ബുദ്ധിപരമായ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഈ 3 അടിസ്ഥാന ഘടകങ്ങളെ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവ 3നെയും സമന്വയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആത്മീയതയുടെ ലക്ഷ്യം. ആത്മീയത മാത്രമല്ല, ഭൗതിയിലും ഒരാളുടെ സുഖവും സന്തോഷവും വളർച്ചയും തളർച്ചയും അഭിവൃദ്ധിയും ഈ 3 ഘടകങ്ങളെ എത്രമാത്രം കൂട്ടിയോജിച്ച് താളാത്മമായി കൊണ്ടുപോകുന്നു എന്നതനുസരിച്ചിരിക്കും. സയൻസും സാങ്കേതിക വിദ്യയും വളരുന്നതിനൊപ്പം മനുഷ്യന് അമൂല്യമായ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരാശ്രയത്തിലും പരാശ്രയരാഹിത്യത്തിലുമല്ല നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്, പരസ്പരാശ്രയത്തിലാണ്. മനുഷ്യനും മൃഗങ്ങളും സസ്യജാലങ്ങളും ഭൂമിയും ആകാശവും അന്തരീക്ഷവും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. അതിൻ്റെ ഉത്ഭവം തന്നെ പ്രകൃതി നിന്നാണ്. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. ഈ ഭൂമി എല്ലാം സഹിച്ചും ക്ഷമിച്ചും മനുഷ്യർ താങ്ങും തണലായി നിൽക്കുന്നു. സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നു. വിഷവായുവിനെ വലിച്ചെടുത്ത് വൃക്ഷം നമുക്ക് ശുദ്ധവായുവിനെ തരുന്നു. നദികളും തടാകങ്ങളും നമുക്ക് ജലം തരുന്നു. വായു ജീവിതശാസ്ത്രത്തെ തരുന്നു. എന്നിട്ടും പഞ്ചഭൂതങ്ങളുള്ളെടുത്ത മനുഷ്യന് മാത്രം അതിൻ്റെ ഗുണവും മേന്മയും ഇല്ലാതെ വന്നു. മനുഷ്യനിന്ന് പലതും തൻ്റെ അവകാശമായിട്ടാണ് കരുതുന്നത്. ചില അവകാശങ്ങളും അധികാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാ മനുഷ്യർക്കുണ്ട്. അവയൊക്കെ തെറ്റോ കുറ്റമോ എന്ന് അമ്മ പറയുന്നില്ല. പക്ഷേ അകാരത്തിൽ തുടങ്ങുന്ന ഈ 3നെയും ആഗ്രഹം, അവകാശം, അധികാരത്തെ സന്തുലനം ചെയ്യാൻ അകാരത്തിൽ തന്നെ തുടങ്ങുന്ന 4ാമതൊരു പദം കൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എന്തെന്ന് വെച്ചാൽ ആദരവ്. അത് പാടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സകല ജീവജാലങ്ങളോടും ആദരപൂർണമായൊരു സമീപനം ഉണ്ടായാൽ തന്നെ നമ്മുടെ സമൂഹത്തിലും ഈ ലോകത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ പറയുണ്ടായി, ഈ ലോകത്തിലെ മധ്യബിന്ദു എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് സമൂലമായ പരിവർത്തനം നടത്താൻ സാധിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അന്വേഷണം നടത്തിയ മുഴുവൻ ബാഹ്യലോകത്തിലായിരുന്നു. അവിടെ നോക്കിയാൽ ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവിനെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അത് പുറം ലോകത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. മനസ്സിൻ്റെ ആഴങ്ങളെ തിരിഞ്ഞു പോകുമ്പോൾ ആ മധ്യബിന്ദു കണ്ടെത്താൻ സാധിക്കും, സ്ഥൂലമായ പരിവർത്തനം നടത്താനും സാധിക്കും.
ഞാൻ ഈ സമസ്ത ജാലങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അവയും ഞാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ഒരു ബോധമാണ് നമ്മൾ ബന്ധമുണ്ടെന്നുള്ള അതാണ് ആ ഒരു അറിവാണ് മധ്യബിന്ദു. ആ അറിവിനെ വാക്കിലൂടെയും പ്രവൃത്തിയോടും പ്രകടിപ്പിക്കുന്നതാണ് ആദരവ്. നമ്മൾ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകാൻ നമ്മളാദ്യം തുടക്കം താഴെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു. അതുപോലെ ആകാശമുട്ട ഗോപുരം കെട്ടണമെങ്കിൽ ആദ്യം ഭൂമിയിൽ താഴെ എൻ്റെ ഫൗണ്ടേഷൻ പണിയണം. നമ്മൾ ഉയർത്തുന്നത് താഴ്മയാണ്, നമ്മൾ ഉയർത്തുന്നത് ആദരവാണ് ഒരാളെ യഥാർത്ഥ അധികാരിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന കഥ, ജപ്പാനിൽ പ്രസിദ്ധനായ ഒരു പണക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ സേവനമൊത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഭക്ഷണം കൊണ്ട് വെച്ചു, അദ്ദേഹം കഴിച്ചു, വളരെ കുറച്ച് അദ്ദേഹം കഴിച്ചോളൂ. അപ്പോൾ സേവകൻ പറഞ്ഞു, സേവകൻ പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്ര ചെയ്യില്ല, ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? നമ്മൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഉണ്ടോ, എൻ്റെ മുതലാളി കുറച്ച് ഭക്ഷണമേ കഴിച്ചോളൂ. ഉടനെ ഈ പ്രശ്ന പണക്കാരൻ പാചകക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണം നല്ല രുചിയായിക്കൊണ്ട് നന്നായിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ പ്രായം കൊണ്ട് എനിക്ക് അത്ര ദഹനമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിച്ചത്, അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കരുത് എന്ന് പറഞ്ഞു. നമുക്ക് സേവകൻ്റെ അഹങ്കാരമായ വാക്കും ബഹളവും അദ്ദേഹത്തിൻ്റെ വിനയവും എളിമയും വാക്കിൽ വ്യക്തമായി നമുക്ക് കാണാം. ആ ഒരു മനോഭാവമാണ് നമ്മുടെ ഓരോ കർമ്മത്തിലും ഓരോ പ്രവൃത്തിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാധാരണ തലയിരിക്കുമ്പോൾ വാലാട്ടരെന്ന് മുത്തശ്ശികൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ആ ആത്മബോധമാണ് നമ്മളെ നയിക്കേണ്ടത്, അഹങ്കാരമല്ല. ഇന്ന് നമ്മൾ അഹങ്കാരമാണ് നമ്മളെടുത്ത് അമ്മാനമാണെന്ന്. അഗ്നിമൃഗത്തിൻ്റെ മുകളിൽ ശാന്തിയുടെ പുഷ്പം വിരിയില്ല. നമ്മൾ സാധാരണ പറയും, പട്ടിയാണ് പട്ടിയുടെ വാലിനെ ആട്ടുണ്ട്. അനുപരം വാല് പട്ടിയാട്ടിയാൽ എങ്ങനെ ഇരിക്കും? ശാന്തയെ ഉറങ്ങാനോ ശാന്തമായി ഭക്ഷണം കഴിക്കാനോ നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല. ഇതുപോലാണ് നമ്മുടെ ഈ സ്ഥിതി. നമ്മൾ യഥാർത്ഥം നമ്മുടെ യജമാനം മനസ്സ് നമ്മുടെ അടിമയിരിക്കുകയാണ്. ഇന്ന് മനസ്സ് യജമാനം നമ്മുടെ അടിമയായിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരാൾ റോഡരികിൽ വിശറി വിൽക്കാനിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയാൻ 100 രൂപയാണ് ഒരു വിശറിക്ക്, 5 വർഷത്തേക്ക് ഗ്യാരണ്ടിയുണ്ട്, വരുവിൻ വാങ്ങിക്കുവിൻ പറഞ്ഞു. കുറേ പേര് വാങ്ങിക്കൊണ്ട് പോയി. ഒരാൾ വാങ്ങിച്ച് കുറച്ചടുത്ത് മാറി കൊണ്ട് വീശാൻ തുടങ്ങി. 2 പ്രാവശ്യം വീശിയപ്പോൾ വിശറി ഒടിഞ്ഞു. അദ്ദേഹം എന്ന് പറഞ്ഞു, നിങ്ങൾ 5 വർഷത്തെ ഗ്യാരണ്ടിയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് 2 പ്രാവശ്യം വീശിയപ്പോൾ ഒടിഞ്ഞു, അതുകൊണ്ട് വേറെ വിശറി തരണല്ലേ പൈസ തരണം. പിന്നെ വിശ്രമിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വീശിയതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ വിശറി ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഇങ്ങനെ വീശി. പിന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല വീശേണ്ടത്, പിന്നെ എങ്ങനെയാണ്? ഞാൻ കാണിച്ചു തരാം. വിശറി മേടിച്ചിട്ട് നിവർത്തി പിടിച്ചിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, ഇത് ഇങ്ങനെയാണ് വീശേണ്ടത്. അപ്പോൾ ഇതുപോലാണ് തലയിരിക്കുന്നിടത്ത് വാലാട്ടിയാലുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ മനസ്സാണ് നമ്മളെ നയിക്കുന്നത്. നമുക്കെങ്ങനെ ശാന്തി അനുഭവിക്കാൻ പറ്റും? അപ്പോൾ ആ ഒരു മനോഭാവത്തിലാണ് മനുഷ്യൻ്റെ അഹങ്കാരം സ്വാർത്ഥനും കാരണം സകലമുള്ള ആദരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആദരിക്കില്ല. മക്കൾ അച്ഛനമ്മമാരോടും മുതിർന്നവരോടും അധ്യാപകരോടും ആദരവില്ല. മതങ്ങളും സമുദായവും തമ്മിലുള്ള ആദരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാരും രാജ്യങ്ങളും സംസ്കാരവും ഒക്കെ തമ്മിൽ ഇത് തന്നെയാണ് സ്ഥിതി. ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മൾ നമ്മുടെയും പ്രകൃതിയോടും അനാദരവ് കാട്ടുന്നു. അങ്ങനെ പ്രകൃതി അമിതമായി ചൂഷണം ചെയ്യുന്നു. അത് നമ്മെ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. നമ്മുടെ സാർത്ഥ്യാനിച്ചതിൽ ഈ പ്രകൃതി തൂണുകളെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? ഞാൻ ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ എങ്ങനെയാണ് ഒരു വൃക്ഷം വെട്ടണമെങ്കിൽ നല്ല ദിവസം നോക്കും. പാടകാരിയുള്ള ദിവസം വൃക്ഷം വെട്ടുകയില്ല. അവരുടെ വിശ്വാസം ആ ദിവസം വെട്ടിയാൽ ഈ വൃക്ഷം വീഴും എന്നുള്ളതൊക്കെ, തലയ്ക്ക് മുകളിൽ വീഴും, ഇതിൽ ആപത്തുണ്ടാകും. അപ്പം ജനനം നല്ല ദിവസം കിട്ടണം, മരണം നല്ല ദിവസം കിട്ടണ പോലെ ആ വൃക്ഷത്തിനും നല്ല ദിവസം കിട്ടണമെന്നാണ്. അതിൻ്റെ മരണവും നല്ല ദിവസമായിരിക്കണം. അപ്പോൾ നല്ല ദിവസം നോക്കും. ഒരു വൃക്ഷം വെട്ടാൻ നല്ല ദിവസം നോക്കി ഒരു പൂജ ചെയ്തിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതാണ്, നിന്നെ വെട്ടുന്നതാണ്, നീ ക്ഷമിക്കണം ഞങ്ങളോട്, ഈശ്വരാ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ വൃക്ഷം വെട്ടുന്നത്. അവനൊരു മരമായിട്ടോ ഒരു തടിക്കഷ്ണമായിട്ടോ ഒരു ജഡവസ്തുവായിട്ടല്ല, ജീവനുള്ള വസ്തുവായി തന്നെ കണ്ട് അതിൻ്റെ വേദന തൻ്റെ വേദനയായിട്ട് കണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് അത് വെട്ടുന്നത്. അന്നത്തെ കാലങ്ങളിൽ ഇപ്പോൾ തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ എന്നൊക്കെ പറയും. തൈക്ക് വേണ്ടി പൊങ്കലിടും.
സമയങ്ങളിൽ വെള്ളവും കിട്ടി അത് ആരോഗ്യമായി വളരണമെന്നൊരു സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത് നേദ്യം കൊണ്ട് വയ്ക്കും, തൈയുടെ അടുത്ത് നേദ്യം കൊണ്ട് വയ്ക്കുകയാണ്. വെച്ചിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ മാട്ടുപ്പൊങ്കൽ, പശുക്കളെ കുളിപ്പിച്ച് മാലയിട്ടിട്ട് അതിൻ്റെ ആരോഗ്യവും ആയുസ്സും നിലനിൽക്കാൻ വേണ്ടി അതിനു വേണ്ടിയും പൊങ്കൽ. കാരണം കൊടുത്താൽ ഇരട്ടി നമുക്ക് തരുന്നതും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഭാവമാണ് അന്നുണ്ടായിരുന്നത്. നമ്മളോട് പറയും അമ്മമാർ, നദിയിലിറങ്ങിയാൽ മൂത്രം ഒഴിക്കരുത്, നദി ദേവിയാണ്, തുപ്പരുത്. പക്ഷെ നമുക്ക് വെള്ളത്തിലിറങ്ങിയാൽ ആദ്യം തണുപ്പിട്ട് മൂത്രം മുട്ടും. പക്ഷെ പെട്ടെന്ന് പറഞ്ഞ വാക്ക് ഓർക്കുമ്പോൾ കൺട്രോൾ അറിയാതെ തന്നെ വരും. അപ്പോൾ അന്ന് ഏത് രീതിയിലായിരുന്നു. ഇപ്പം സാധാരണ നമ്മൾ അക്കാലങ്ങളിൽ 10-ാം ഉദയം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ശതകോടി വന്ദനം ഹൃദയാഭിവന്ദനം